സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു. E.T. ടൈസൺ MLA പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ സ്ഥാപനം വന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തനത്തെ നന്നായി സഹായിക്കുമെന്നാണ് വിശ്വാസമാണ് ഞങ്ങൾക്ക്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായിട്ട് കുറേ നാളുകളായി ഇവിടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നു. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന പോലെ തന്നെ നിക്ഷേപവും അതുപോലെ ലോണും നന്നായി കൃത്യതയോടുകൂടി നടത്താൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഏറ്റവും വേഗത്തിൽ ചിലപ്പോൾ പക്ഷേ അവരുടെ സ്വർണം പണയപ്പെടുത്തിയോ അല്ലാതെയോ ഒക്കെ കിട്ടുന്ന കൂടുതൽ തുക അവരാഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ആവശ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മുൻ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കരുവത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ, പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ്, സെക്രട്ടറി KV ശരത് ചന്ദ്രൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ, പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രഘിൽ മുരളി, സെയിൽസ് AVP MG രാജേഷ് കുമാർ, റീജിയൻ മാനേജർ TG ഉഷ, പെരിഞ്ഞനം ബ്രാഞ്ച് മാനേജർ PV സജീവൻ, ബിൽഡിംഗ് ഓണർ NA ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റിന്റെ 30ാമത്തെ ബ്രാഞ്ചാണ് പെരിഞ്ഞനത്ത് ആരംഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പെരിഞ്ഞനം ശാഖയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് എന്നീ സേവനങ്ങളും ലഭ്യമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ജസ്റ്റ് ലൈക്ക് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, അതായത് നമുക്ക് ഉള്ള പ്രോഡക്റ്റുകൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പറയാം. അതായത് FD ആൻഡ് ലോൺ, ഇതാണ് ബാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ FDകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. 12% മാസാമാസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ 12%. ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 വെച്ചിട്ടാണ് നമുക്ക് മാസം ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം 2023 ആണ് നമ്മൾ കൂടുതൽ ബ്രാഞ്ചുകളിലേക്ക് എക്സ്പാൻഷൻ എന്ന ആശയം മാനേജ്മെന്റിന്റെ ഒരു ഭാവനയിൽ വരികയും ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് 30ഓളം ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ 30 എന്ന് പറയുന്ന ബ്രാഞ്ച് ഒരു വലിയ നമ്പർ ഒന്നുമല്ല. പക്ഷെ ഈ 30ഓളം ബ്രാഞ്ചുകൾ സക്സസ് ആക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിശ്രമമാണ്. കാരണം ഒരു ബ്രാഞ്ച് ആരംഭിച്ച് അതിൻ്റെ ആ ബിസിനസ്സോട് കൂടി തന്നെ ആ ബ്രാഞ്ചിൻ്റെ ബിസിനസ്സോട് തന്നെ ആ ബ്രാഞ്ച് ഒരു സക്സസ്സിലേക്ക് നീങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഓരോ ബ്രാഞ്ചും ഓരോ ലൊക്കേഷനും